ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഇത് വിഷു കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നേരെ അടുക്കളയിൽ പോകും. അടുക്കളയിൽ എന്താ പരിപാടിയെന്ന്. അപ്പോൾ അടുക്കളയിൽ വന്നപ്പോൾ അമ്മ നല്ല സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും സാമ്പാറുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതേ ചപ്പാത്തി ഓരോന്നായിട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അല്ലെങ്കിൽ ഇഡ്ഡലിയും സാമ്പാറുമാണ് ഇങ്ങനെ വിശേഷ ദിവസങ്ങളിലുള്ള. ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചു. ഞാൻ പിന്നെ ചായക്കുള്ളത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അവിയലാണ് കേട്ടോ. അവിയൽ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി അതിലേക്ക് ആവശ്യം നമ്മുടെ വെളിച്ചെണ്ണയും പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തിരുമ്മി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പിലോട്ട് കയറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ തിരുമ്മി വെക്കാമെന്ന് വിചാരിച്ചു. മിക്കവാറും ഇതൊരു കുക്കിംഗ് വ്ളോഗായിട്ട് ഒരു വിഷു വ്ളോഗ് കുക്കിംഗ് വ്ളോഗ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം എപ്പോഴും അടുക്കളയിൽ തന്നെയാണ്, അടുക്കള പരിപാടിയാണല്ലോ. അത് കഴിഞ്ഞിട്ട് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും നമുക്ക് കുക്കിംഗ് ആണ് കൂടുതലും. അപ്പോൾ അതങ്ങനെ അവിടെ വെച്ച് സെറ്റാക്കി. അപ്പോൾ ഇതിന് ചായ സെറ്റായി വന്നത്. അപ്പോൾ അത് ഞാൻ ആറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ എടുത്തു. അപ്പോൾ നിങ്ങളുടെ വിഷുവൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിച്ച് പൊളിച്ചോ? നമുക്കൊക്കെ നോർമൽ ദിവസം കുറച്ച് സദ്യ കുറച്ച് കറികളുടെയൊക്കെ എണ്ണം കൂടുതൽ അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചായ എടുത്തു. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് സാമ്പാറും അതുപോലെ ചപ്പാത്തിയും കഴിക്കാമെന്ന് വിചാരിച്ചു. അത് വേണമെങ്കിൽ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാമല്ലോ. നിങ്ങളുടെ അവിടെയൊക്കെ എന്തായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ചപ്പാത്തിയൊക്കെ കഴിക്കട്ടെ. ചപ്പാത്തി കഴിക്കുന്നതിനിടയ്ക്ക് ചായയും കുടിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയിൽ അപ്പത്തിന് വേറെ പരിപാടികളൊക്കെ അമ്മ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇത് കഴിച്ചിട്ട് ബാക്കി പരിപാടിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ചപ്പാത്തിയും ഇതും കഴിക്കട്ടെ. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമ്മുടെ കാണിപ്പയ്യൂരിൻ്റെ വിഷുബലം ഉണ്ട്. ഇതെല്ലാ വർഷവും ഇങ്ങനെ കേൾക്കൂട്ടോ, പുള്ളിക്കാരൻ്റെ കേൾക്കൂട്ടോ. ഈ വർഷം എനിക്ക് വലിയ കുഴപ്പമില്ലാത്തതാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് വഴിയേ കണ്ടറിയാം. അങ്ങനെ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്ക് അടുത്ത പായസം ഉണ്ടാക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഇൻസ്റ്റൻറ്റ് നമ്മുടെ സേമിയ മിക്സ് ആട്ടോ എടുത്തേക്കുന്നത്. അപ്പം ഞാനതിങ്ങനെ പൊട്ടിച്ചിട്ട് നമുക്കതിലുള്ള പഞ്ചസാര മൊത്തം ഇട്ടാൽ നമ്മൾ വല്ല ഷുഗറും വന്ന് തട്ടിപ്പോവും. അതുകൊണ്ട് ഞാൻ അതിലുള്ള പഞ്ചസാര അരിച്ച് മാറ്റാമെന്ന് വിചാരിച്ച് ഞാനത് വേറൊരു പാത്രത്തിലോട്ട് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിങ്ങനെ ആക്കി കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത് ഓരോ ബ്രാൻഡിനും ഓരോ രീതിയിലാണ് പഞ്ചസാര ഇടണതെന്നാണ്. ഈ പഞ്ചസാരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വല്ല ഷുഗറും വന്ന് തട്ടിപ്പോകും ഗൈസ്. അതുകൊണ്ട് നിങ്ങളാരും ഈ പഞ്ചസാര മൊത്തം ഇടില്ല. പിന്നെ 1-2 കപ്പലണ്ടി 1-2 മുന്തിരിങ്ങയും ഒരു ഏലക്കയൊക്കെ കാണുള്ളൂ. ഇത്രയും ദരിദ്രവാസികളാണ്, എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഈ പഞ്ചസാര നല്ല കട്ടിയുള്ള നല്ല മുഴുത്ത പഞ്ചസാരയാണ്. അതുകൊണ്ട് നമുക്ക് അരിച്ചെടുക്കേണ്ട ടാസ്ക്കാണ്. ചെറുതൊക്കെയാണ് നേരത്തെ പണ്ട് മേടിച്ചത്, നമുക്ക് പൊടിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇത് എടുക്കൽ കുറച്ച് ടാസ്ക്കാണ്. കുറച്ച് നമ്മുടെ സേമിയയും കുറച്ചേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിത് ഒട്ടും ഇതില്ലാതെ നമുക്കിതിനകത്ത് എടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് കൈ കൊണ്ട് പറക്കി നോക്കി, പക്ഷേ നടന്നില്ല ഗൈസ്. ഇത് ഭയങ്കര പാടാണ്. ഇതിലും ഭേദം നമ്മൾ മിക്സ് മേടിക്കാതെ ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ 2 കപ്പലണ്ടിക്കും 2 മുന്തിരിക്കും വേണ്ടി നമ്മൾ എന്തായാലും ഇൻസ്റ്റൻ്റ് അല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിരുന്നങ്ങനെ പറക്കിയിരിക്കണം. അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞത് ഈ അരിപ്പയ്ക്കകത്ത്, അരിപ്പയല്ല ഒരു അരിപ്പ പോലത്തെ പാത്രമാണ്. ഞാൻ അരിച്ചു നോക്കി, പക്ഷെ വരില്ല, ചെറിയ തരിയല്ല. അതുകൊണ്ട് ഇതിങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പം ഈ നമ്മുടെ സേമിയ എല്ലാം പൊങ്ങി വരും. ഭയങ്കര ടെക്നിക്കാണ്. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോഴത്തേനും അതെല്ലാം മൂളി വരും. അപ്പോൾ നമ്മളിങ്ങനെ പിച്ചി എടുക്കുക. പിന്നെ കുറച്ച് പഞ്ചസാരയൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് ഇട്ടണമെന്നുള്ള ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ചും ഇട്ടു കേട്ടോ. അത് ഞാൻ മടുത്ത്. അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു മുന്തിരിങ്ങ എടുത്ത് കഴിച്ചിട്ടോ. അപ്പോൾ നമ്മുടെ അവിയൽ അതിൻ്റെ ഇടയ്ക്ക് അമ്മ സെറ്റാക്കി വെച്ചായിരുന്നു കേട്ടോ. അവിയലൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചായിരുന്നു. ഞാൻ അത് പറക്കിയും മടുത്ത് കഴിച്ചു. അമ്മയ്ക്ക് ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞത് അമ്മ അത് പായസം നമ്മുടെ പാലിലിട്ട് തിളപ്പിച്ച് സെറ്റാക്കി എടുത്തു. പിന്നെ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട്, മുന്തിരിങ്ങയും കശുവണ്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അതിൽ നമുക്ക് തികയില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് സെപ്പറേറ്റ് അത് കുറച്ച് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വറുത്ത് പായസത്തിലൊക്കെ ഇട്ട് അങ്ങനെ പായസമൊക്കെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം വേറെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിക്കറി അല്ലല്ലോ, ഇഞ്ചിയാന്ന് തോന്നുന്നു, പുളിയിഞ്ചി. ഓൾറെഡി അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നായിരുന്നു. അതുകൊണ്ട് നമുക്കത് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പം എനിക്ക് തോരൻ എന്തെങ്കിലും ഉണ്ടാക്കണം. ക്യാബേജ് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ക്യാബേജ് മേടിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ക്യാബേജ് എനിക്ക് കഴിക്കത്തില്ല, എനിക്കും അമ്മയ്ക്കും കഴിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ക്യാബേജ് വേണ്ടാന്ന് വെച്ചു. വെറുതെ ഉണ്ടാക്കി കളയണ്ടല്ലോ എന്ന് ഓർത്ത് ക്യാബേജ്. അപ്പോൾ തോരൻ എന്തെങ്കിലും വേണമല്ലോ എന്ന് പറഞ്ഞ് ഞാനൊരു ഉരുളക്കിഴങ്ങ് എടുത്ത് മെഴുക്കുവരട്ടി വെക്കാം. എനിക്ക് തോരനായിട്ടോ അല്ലെങ്കിൽ മെഴുക്കുവരട്ടായിട്ടോ എന്തെങ്കിലും ഇല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു, കട്ടൻ ചായ കുടിക്കാമെന്ന് വെച്ചു, മധുരമിടാത്ത കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അത് നമ്മൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ചെറുതായിട്ട് ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അത്രയും കാര്യമുള്ളൂ. പിന്നെ നമ്മൾ മോര് കറി തലേദിവസം സെറ്റാക്കി വെച്ചായിരുന്നു. പിന്നെ പപ്പടം നമ്മൾ നേരത്തെ കാച്ചിയൊക്കെ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അച്ചാറും ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നു, അതങ്ങനെ സെറ്റാക്കി. ഇനി ഈ ഉരുളക്കിഴങ്ങും കൂടി ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സദ്യ റെഡിയാവും. പിന്നെ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ഉണ്ടാക്കിയില്ല. സാമ്പാർ നമ്മൾ രാവിലെ ഉണ്ടാക്കിയതുണ്ട്.
അപ്പോൾ അതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ സദ്യ കഴിക്കാനായിട്ട് ഇരുന്നു, വിഷു സദ്യ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെ കറി ഉണ്ടെന്ന് ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. നമുക്ക് മോരുകറി ഉണ്ട്, പിന്നെ അവിയൽ, ഇഞ്ചിക്കറി, പിന്നെ നമ്മുടെ മറ്റേ ബീട്രൂട്ടല്ല, നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, പിന്നെ പപ്പടം, ചോറ്, പായസം, ഇത്ര ഐറ്റം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. നിങ്ങളുടെ അവിടെയൊക്കെ വിഷു സദ്യ ചില സ്ഥലങ്ങളിൽ നോൺ വെജൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ നോൺ വെജ് ഒന്നും വെക്കാറില്ല. വിഷുവിനും ഓണത്തിനൊന്നും നമ്മൾ നോൺ വെജ് വെക്കത്തില്ല. ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോൺ വെജ് വെക്കും കേട്ടോ. അങ്ങനെയാണ്. അപ്പം സാമ്പാർ ഞാൻ എടുത്തില്ല കേട്ടോ. എനിക്ക് സാമ്പാർ സദ്യയുടെ കൂടെ വലിയ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. അതെനിക്ക് മോരുകറിയാണ് കൂടുതലിഷ്ടം. പിന്നെ അല്ലെങ്കിൽ എനിക്ക് പപ്പടവും അച്ചാറും ഒരു തോരനുണ്ടെങ്കിൽ എനിക്ക് സദ്യ ഇഷ്ടമാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, പിന്നെ ഒരു ഗ്ലാസ് പായസവും കുടിച്ചു. അങ്ങനെ ഈ വർഷത്തെ വിഷു അങ്ങനെ അവസാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വിഷുവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് എല്ലാവരും കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രം ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.